വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന യുവതിയുമായി ഭർത്താവിന് ബന്ധമുണ്ടെന്ന സംശയത്തിന്റെ പേരിൽ അയാളുടെ കാൽ തല്ലിയൊടിക്കാൻ കൊട്ടേഷൻ നൽകിയ ഭാര്യ അറസ്റ്റിൽ. 5 ലക്ഷം രൂപയാണ് കൊട്ടേഷൻ നൽകിയത്. കൽബുർഗിയിലെ ഗാസിപുരിയിലാണ് സംഭവം. ഭാര്യ ഉമാദേവിക്കൊപ്പം കൊട്ടേഷൻ ഏറ്റെടുത്ത 3 അംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗാസിപുർ അട്ടാർ കോമ്പൗണ്ട് സ്വദേശി വെങ്കടേഷ് മാലി പാട്ടീലാണ് കൊട്ടേഷൻ സംഘത്തിന്റെ ആക്രമണത്തിനിരയായത്. മർദ്ദനത്തിൽ 2 കാലിനും 1 കൈക്കും പരിക്കേറ്റ വെങ്കടേഷ് ഇപ്പോഴും ചികിത്സയിലാണ്. ആരിഫ്, മനോഹർ, സുനിൽ എന്നിവരാണ് പിടിയിലായ കൊട്ടേഷൻ സംഘത്തിലെ അംഗങ്ങൾ. ഇക്കഴിഞ്ഞ ജനുവരി 18 രാത്രിയിൽ വീട്ടിലേക്ക് വരുന്നതിനിടെ നടു റോഡിൽ വെച്ചായിരുന്നു ആക്രമണം. ബൈക്ക് തടഞ്ഞു നിർത്തിയ ശേഷം വടികളും കല്ലും ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. പിറ്റേ ദിവസം വെങ്കടേഷിന്റെ മകൻ അക്രമികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകി. തുടർന്ന് നടത്തിയ അന്വേഷണമാണ് പ്രതികളെ പിടികൂടാൻ സഹായിച്ചത്. ചോദ്യം ചെയ്യലിൽ വെങ്കടേഷിന്റെ ഭാര്യയാണ് കൊട്ടേഷൻ നൽകിയതെന്ന് അവർ സമ്മതിക്കുകയായിരുന്നു. കാലുകൾ മാത്രമേ ഒടിക്കാവൂ എന്നും പ്രത്യേകമായി ആവശ്യപ്പെട്ട ഉമാദേവി കൊട്ടേഷൻ ഏറ്റെടുക്കാനുള്ള അഡ്വാൻസായി 50,000 രൂപയും നൽകിയിരുന്നു. കൊട്ടേഷൻ സംഘങ്ങൾ കാണിച്ച അതിബുദ്ധിയാണ് സംഘത്തിനെ കുടുക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. ആക്രമണം നടന്ന് അല്പം കഴിഞ്ഞപ്പോൾ ഉമാദേവിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഭർത്താവ് ബൈക്കിൽ നിന്ന് വീണുവെന്ന് പരിക്കുണ്ടെന്നുമാണ് വിളിച്ചയാൾ പറഞ്ഞത്. ഇതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ മകനാണ് വെങ്കടേഷിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ഫോൺ കോളിനെ കുറിച്ച് അന്വേഷിച്ച് പോലീസ് പ്രതികളിലൊരാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതോടെ എല്ലാം തുറന്നു പറഞ്ഞു. സമാനമായി കഴിഞ്ഞ ദിവസം തന്നെ പാലക്കാട് ദമ്പതികൾ വീടിനുള്ളിൽ വഴക്കിട്ട് പരസ്പരം കത്തിക്കുത്ത് നടത്തിയതിനെ തുടർന്ന് ഭാര്യ മരണപ്പെട്ടു. ഭാര്യ ചന്ദ്രികയാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഭർത്താവ് രാജനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഉപ്പുപാടത്തെ വാടക വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. പാലക്കാട് തോലന്നൂർ സ്വദേശികളായ ഇവർ ഉപ്പുംപാടത്തെ വാടക വീട്ടിലെത്തിയത് 15 ദിവസം മുൻപാണ്. ഇരുനില വീട്ടിലെ താഴത്തെ നിലയിലാണ് രാജനും ചന്ദ്രികയും കഴിഞ്ഞിരുന്നത്. ഇളയ മകൾ മുകളിലത്തെ നിലയിലും. പുലർച്ചെ ശബ്ദം കേട്ട് താഴത്തെത്തിയ മകളാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മാതാപിതാക്കളെ കണ്ടത്. മകൾ തന്നെയാണ് ആംബുലൻസ് വിളിച്ച് ഇരുവരെയും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ ചന്ദ്രിക അപ്പോഴേക്കും മരിച്ചിരുന്നു. ഗുരുതരാവസ്ഥയിലുള്ള രാജനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പണം ഞങ്ങൾ തരും. ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യാനായി സ്വയം കുത്തി പരിക്കേൽപ്പിച്ചതാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഇവർ തമ്മിലുള്ള വഴക്ക് പതിവാണെന്ന് പോലീസ് പറയുന്നു. നേരത്തെയും ചന്ദ്രികയെ രാജൻ ക്രൂരമായി ഉപദ്രവിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഇയാൾക്ക് ചെറിയ മാനസിക പ്രശ്നങ്ങളുണ്ടായിരുന്നതായും പോലീസ് പറയുന്നുണ്ട്. നേരത്തെയും ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഇവർക്ക് ബന്ധുക്കളായി അധികമാരും ഇല്ലെന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നതും.